ഇന്നോവേഷൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നോവേഷനും അതിൻ്റെ ടൈപ്സുമാണ്. സോ നമുക്ക് നെറ്റ് എക്സാം ആണെങ്കിലും അതുപോലെ BBA, MBA എല്ലാവർക്കും കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നോവേഷനും അതിൻ്റെ ടൈപ്സും എന്നുള്ളത്. സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ്ലി തന്നെ തോമസ് എഡിസൺ പറഞ്ഞ ഒരു വാക്കിലൂടെ നമുക്ക് പോകാം. ദാറ്റ് ഈസ് there is a way to do it better, find it. അതായത് നമുക്ക് കുറേ കൂടെ നല്ലതായി ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ അതിലൂടെ നമുക്ക് ഇന്നോവേഷൻ എന്താണെന്ന് നോക്കാം. So, the term innovation refers to a new way of doing something. It may refer to incremental and emergent or radical and revolutionary changes in thinking, products, process or organization. ഒരു പ്രോഡക്റ്റിന് മാത്രം അല്ല ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ അതൊരു പ്രോസസ്സ് ആകാം, ടെക്നോളജി ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ ഓർഗനൈസേഷൻ ബെറ്റർ വേസ് കൊണ്ടുവരുന്നത് വഴിയാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇന്നോവേഷൻസ് പറയാം. സോ ഇന്നോവേഷൻ്റെ റെസിപ്പീസ് ഉണ്ട്. അതായത് ക്രിയേറ്റിവിറ്റി പ്ലസ് ഫെയിലിയർ പ്ലസ് ഐട്രേഷൻ. ഇതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ അത് ഒരു ന്യൂ പ്രോഡക്റ്റ് ആവാം. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ആകാം, പ്രോസസ് ആകാം, ടെക്നോളജി ആകാം എന്നുമാണ്. സോ Schumpeter argued that innovation comes about through new combination made by an entrepreneur, resulting in a new product, a new process, opening of new market, new way of organizing the business, new sources of supply. So, what is innovation? An innovation can increase profit on the value side or the cost side, or either way the value is created for the firm and the consumer. ഒന്നെങ്കിൽ ഒരു വാല്യൂ സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് സൈഡ്. സോ ഇന്നോവേഷനും ഇൻവെൻഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് എന്താണ് ഇൻവെൻഷൻ, എന്താണ് ഇന്നോവേഷൻ. സോ ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ പോകാം. ഈ ഒരു ഫോട്ടോയിൽ പറയുന്നത് ഇൻവെൻഷൻ എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ ഒരു പാർട്ടാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അതൊരു ഇൻവെൻഷനാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ഒന്നാണ്. എന്നാൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്നോവേഷൻ. സോ ഇൻവെൻഷൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇന്നോവേഷനായി മാറാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇൻവെൻഷനും ഇന്നോവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ആൻ ഇൻവെൻഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ ഇന്നോവേഷൻ അറ്റ് എനി പർട്ടിക്കുലർ ടൈം ഇൻ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഹാവ് കൊമേഴ്ഷ്യൽ വാല്യൂ ബട്ട് ഇറ്റ് മേ ഹാവ് ഇൻ ഫ്യൂച്ചർ. ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഫസ്റ്റിലെ ഇൻവെൻഷന് കാണത്തില്ല. അത് ഫ്യൂച്ചറിൽ ഇന്നോവേഷൻ ആയി കഴിയുമ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ആയിട്ട് മാറപ്പെടും. There is no shortage of ideas and inventions in the world. The challenge is to introduce these successfully to a market. Then types of innovation ആണ് പറയുന്നത്. Types of innovation 3 തരത്തിലാണുള്ളത്. Product innovation, process innovation, service innovation. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ക്യാൻ ബി സാറ്റിസ്ഫൈ അവർ ഹ്യൂമൻ നീഡ്സ് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ പ്രോഡക്റ്റിൽ വരുന്ന ഇന്നോവേഷൻസിനെയാണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഹൗ ദ പ്രോഡക്റ്റ് ഈസ് നോട്ടീസ്ഡ് ബൈ ദ കൺസ്യൂമർ. അതായത് ഒരു ഫിസിക്കൽ സ്ട്രക്ചർ, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ളൊരു പ്രോഡക്റ്റ്, അത് നമുക്ക് കാണാനും ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ എ ഫിസിക്കൽ structure. These changes include change in product design, research and development, a new product development, etc. So ഇത് ഒന്നുകിൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ആകാം, അല്ലെങ്കിൽ റിസർച്ച് ഡെവലപ്മെന്റിൽ വരുന്ന ഒരു ചേഞ്ച് ആകാം, അതുമല്ലെങ്കിൽ ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റും ആകാം. ടു മീറ്റ് കസ്റ്റമർ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ്. ഇതാണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ ദ ഡിഗ്രി ഓഫ് ചേഞ്ച് ക്യാൻ ബി ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകാം, അഡീഷൻ ടു പ്രോഡക്റ്റ് families, next gen products, new core products, etc. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ സ്ക്രീൻ സൈസ് ഫോർ TV. ഒരു ടിവിയിൽ ന്യൂ സ്ക്രീൻ സൈസ് ഇന്നോവേറ്റ് ചെയ്യുന്നു, അതൊരു പ്രോഡക്റ്റ് ഇന്നോവേഷൻ ആണ്. ദെൻ ചേഞ്ചിങ് ഫ്രം എ CRT TV ടു എ ഫ്ലാറ്റ് സ്ക്രീൻ. ദെൻ ആഡിങ് ഫംഗ്ഷനാലിറ്റി സച്ച് ആസ് ഇന്റർനെറ്റ് ആക്സസ് ടു TV. ടിവിയിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഇന്നോവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Then process innovation. What is process innovation?
It involves a new or significantly improved method for the production or delivery of output that add values to the organization. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇന്റർ റിലേറ്റഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. It will design to transform input into specified output for benefit of customers. സോ ചില ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ ചേഞ്ച് വരുത്തുന്നതിനെയാണ് പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതായത് പുതിയ ഒരു റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുക, അതല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ലോജിസ്റ്റിക്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരിക, അതാണ് പ്രോസസ് ഇന്നോവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലർ ആയിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും, മോർ ആക്യുറേറ്റ് ആയിരിക്കും, മോർ റിലയബിൾ, ലെസ് എക്സ്പെൻസീവ്. ദെൻ സർവീസ് ഇന്നോവേഷൻ. സർവീസ് ഇന്നോവേഷനകത്ത് പ്രോഡക്റ്റ് അല്ല, സർവീസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് സർവീസ് എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാനോ തൊടാനോ ഒന്നും സാധിക്കാത്ത ഒരു സംഭവമാണ്, അതാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. സർവീസ് ഇന്നോവേഷൻ മീൻസ് ദാറ്റ് സർവീസ് ഇൻവോൾവ്സ് പ്രോഡക്റ്റ് intangible that form an extended part of product life cycle from initial sales to end of life recycling and disposal. Service industries in areas such as finance, food, education, transportation, health make up most organizations in an economy. These organizations also need to innovate continuously so that they can increase or improve levels of service to the customers. അതായത് കസ്റ്റമേഴ്സിന് കിട്ടുന്ന സർവീസിന്റെ ബേസിസിലാണ് പറയുന്നത്. അതായത് സർവീസിൽ നമുക്ക് ഇന്നോവേഷൻസ്, പുതിയ പുതിയ ഫീച്ചേഴ്സ്, പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലാണെങ്കിൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് സർവീസ് ഇന്നോവേഷനകത്ത് വരുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂ വേ ഓഫ് പ്രൊവൈഡിങ് സർവീസ് ഓർ എ ന്യൂ സർവീസ്. ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോം, നമ്മൾ പറഞ്ഞ പോലെ ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജീസ്, പർട്ടിക്കുലർലി ദ ഇന്റർനെറ്റ് ഹൗ ടു ആഡ് ദ സ്കോപ്പ് ഓഫ് സർവീസ് ഇന്നോവേഷൻ. അതായത് ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അതൊരു സർവീസാണ്. മീൻസ് നമുക്ക് കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി അവർക്ക് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബാക്കി സർവീസ് പ്രൊവൈഡ് ചെയ്യാനും എല്ലാം നമുക്ക് ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി സഹായിക്കുമെങ്കിൽ അതൊരു ഇന്നോവേഷൻ തന്നെയാണ്. ദെൻ ടെക്നോളജി പ്ലസ് ബെറ്റർ സർവീസ്, അതാണ് സർവീസ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഇന്നോവേഷൻ എന്നും ഇന്നോവേഷന്റെ ടൈപ്സ് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റിനെ നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മാത്രമല്ല, പ്രോഡക്റ്റ്, പ്രോസസ്, ടെക്നോളജി എല്ലാം ഉൾപ്പെടും. അപ്പം അതിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, സർവീസ് ഉണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.